Hi guys, good morning. Welcome to our new vlog. Welcome to a very sunny day in Seoul, Korea. ഇന്ന് നമ്മൾ പോകുന്നത് ആസ് യൂഷ്വൽ എല്ലാ രാജ്യത്തും ചെയ്യുന്നത്, പക്ഷെ ഇത്തവണ ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ്. കാരണം പറയാം. പക്ഷെ നമ്മൾ പോകുന്നത് ആദ്യം ഒരു കിഡിലൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ്. എങ്ങോട്ടാന്ന് അറിയോ? ഐക്കിയ സോൾ. ഇവിടെ ഐക്കിയ 6-7 വർഷം കൊണ്ടേ ആയിട്ടുള്ളൂ. പക്ഷെ കൊറിയൻസ് ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. പെട്ടെന്നാണ് സോളിൽ 4 ബ്രാഞ്ച് വന്നത്. ആൻഡ് ഓൾമോസ്റ്റ് $500 million സെയിൽസ് ആണ് അവർ ആനുവലി നടത്തുന്നത്. സോ Koreans are crazy about IKEA and I'm crazy about IKEA food. So എന്തായാലും ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാന്ന് തോന്നി. കൊറിയൻ വ്ളോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഐക്കിയയിലെ ഫുഡിന് വേണ്ടി തന്നെ കുറെ വ്ളോഗ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പോയി ചെയ്യണ്ടേ. സോ ലെറ്റ്സ് ഗോ ഫോർ ആൻ ഐക്കിയ മലയാളീസ് ഇൻ ഐക്കിയ കൊറിയ. നമ്മളെ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കാണിക്കട്ടെ. അവിടെ പോയി കഴിക്കുന്ന എന്തായാലും വല്ല ഹെൽത്തി സാധനങ്ങളൊന്നും ആയിരിക്കില്ല. സോ ഈ ഹീലിന്റെ വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ഉണ്ട്, സ്പൈറലിന സപ്ലിമെന്റ്സ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ രാവിലെ വൈറ്റമിൻ സിയും കഴിക്കും, സ്പൈറലിനയും കഴിക്കും. ഞാൻ പക്ഷെ ഇത് രണ്ടും കൂടാതെ ഒമേഗ 3 കൂടെ കഴിക്കും. അത് ഇപ്പൊ തീർന്നുപോയി. സോ ഇത് മൂന്നും നിങ്ങൾക്ക് ഹീലിന്റെ വെബ്സൈറ്റിൽ നിന്ന് OHF30 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. ഒരു ഐക്കിയ പോകാനുള്ള ബുദ്ധിമുട്ട് നോക്ക്. റെയിൽവേ സ്റ്റേഷൻ ഇതാ മറ്റേ സിയോളിന്റെ ഔട്ട്ഡോർ മറ്റേ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ പോകുന്ന ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ്. 2 മെട്രോ ഒക്കെ മാറി ട്രെയിൻ മാറിയൊക്കെയാ പോകുന്നത്. ഫുഡ് നല്ലതായാ മതിയായിരുന്നു. വാങ്ങാൻ പറ്റുമോ? അതെ, വാങ്ങാൻ പറ്റില്ല. ഓവർ വെയിറ്റ് ആയല്ലോ. മമ്മിയുടെ ആഗ്രഹം സാധിക്കാനാണ് ഞങ്ങൾ ഐക്യ പോകുന്നത് കേട്ടല്ലോ. എല്ലാ ഐക്യ പോകുമ്പോഴും മമ്മി പറയും, നീ എന്താ ആ ചെടി വാങ്ങാൻ, നീ എന്താ ഈ ചെടി വാങ്ങാൻ, നീ എന്താ ഇത് വാങ്ങാൻ. അതിപ്പോ പോകുമ്പോ മമ്മിക്ക് അറിയാം എന്താ വാങ്ങാൻ പറ്റാത്തത്. കാരണം ലഗേജ് ഓവർ വെയിറ്റ് അല്ല. എന്നാൽ അത് തപ്പി പിടിച്ചെടുക്കണ വേറൊരു കാര്യം കൊണ്ട് കൈ കൊണ്ടുപോകൂടെ നമുക്ക്. എന്റെ അമ്മ 1 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതിന് ടോട്ടലി വേർത്ത്. ഐക്യയുടെ സൈസ് നോക്ക്. സിയോളിലെ കൊറിയയിലെ ഏറ്റവും വലിയ ഐക്യാണ്. ഏറ്റവും വലുതാ. ആദ്യമേ നമുക്ക് ഫുഡ് കഴിക്കാം. 4 മണിക്കാണ് ലഞ്ച് കഴിക്കുന്നത് ഞങ്ങള്. സൈസ് നോക്ക്. ഓ, ഇവിടുത്തെ ഐക്യയിലെ കേറി വരുമ്പോ തന്നെ ഫർണിച്ചറിന്റെ ഒന്നല്ല, ഫുൾ ഇതിന്റെ പാപ്പത്തിന്റെ ഫുൾ ഫുഡിന്റെ പോസ്റ്റേഴ്സാ. ഓ, മമ്മിയാ ഗോൾ അടിച്ചെന്ന്. മമ്മിന്ന് ഗോൾ അടിച്ചു. വെജിറ്റബിൾ പോൾസ് ഒക്കെ ഉണ്ട്. എത്ര കാലം കൂടിയ എന്റെ ദില്ലു ഒന്ന് ഹോട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫുഡ് കഴിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ബ്രെഡും മറ്റെന്താ കഞ്ഞിയും. ഓടിക്കാൻ വേദു വേഗം വരുന്നു. അത് ഇടിക്കാൻ വരുന്നു വേദുവിനെ. ഐക്യ കേറുമ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ. കുറേ ഫുഡ് ട്രൈ ചെയ്യണേ. ഒരു വലിയ ഫുഡ് വ്ളോഗ് ആയിരിക്കും ഐക്യയില്. ഇവിടെ ഫർണിഷിംഗ് ഒക്കെ ഉണ്ട്. ഫർണിഷിംഗ് ഒക്കെ പിന്നെ കേട്ടോ മമ്മി. വന്നോടനെ ഇഷ്ടപ്പെട്ടു പോയി. ബാ നമുക്ക് അതൊക്കെ നോക്കാം. അതേ ഫുഡ് കഴിക്കാം. ബാ പ്രിയ, റെസ്റ്റോറന്റ് നോക്ക്. So huge, so beautifully decorated. വലിയ ക്രൗഡ് ഇല്ല. അടിപൊളി കുറെ കൊറിയൻ ഫുഡ് കിട്ടും. I can't wait to try this. I love IKEA food. And it's all crowded. നമുക്ക് നല്ല ഏതെങ്കിലും നല്ല സ്ഥലം എടുക്ക്. എന്താ വേദന? കണ്ട ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? ഫുഡ് എപ്പോൾ എടുത്തോണ്ട് വരാം. ഈ ഏരിയ നോക്ക്. ഇറ്റ്സ് ലൈക്ക് എ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് വിത്ത് ഒരു ഫുഡ് കോർട്ട് ഫീലിംഗ്. എന്ത് വലുതല്ലേ ഇതൊക്കെ. ലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുണ്ട് ബാംബു സീറ്റൊക്കെ വെച്ച് ഭയങ്കര ഭംഗി. വേദു ബേബി സീറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതും പബ്ലിസിറ്റിയാണ്. അതിന് 25,000 won. സോ ഏകദേശം 1200 രൂപയുള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടും പോകാമല്ലോ. നോക്ക് എത്ര ടൈപ്പ് ഡൈനിങ് ആണ്. ഒന്ന് ഇത്, പിന്നെ അല്ലാതെ ഇതുപോലത്തെ സോഫാസ്, പിന്നെ ഇതുപോലത്തെ റൊമാൻറ്റിക് ഏരിയാസ് കാണിച്ചു തരാം. ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, പിന്നെ ഒരു ഹൈ ടേബിൾ ഹൈ ചെയർ വെച്ചുള്ള ഏരിയ, പിന്നെ നമ്മളിപ്പോൾ കാണിച്ചു തന്ന ഏരിയയും ബാംബു ചെയറിൻ്റെ ഏരിയയും. അതല്ലാതെ അവിടെയും കുറേ റൗണ്ട് ടേബിൾസ് ഒക്കെ ഉള്ളതുണ്ട്. എന്തായാലും ഫുഡ് ആദ്യമേ ട്രൈ ചെയ്യട്ടെ. ഇത് കൊള്ളാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് 1500 എന്ന് പറയുമ്പോൾ 75 റുപ്പീസിന് പെപ്സി, കോക്കോ, സോറോ, മിറാൻഡ, പൈനാപ്പിൾ ഒക്കെ റീഫിൽ ചെയ്യാം. അൺലിമിറ്റഡ് ആണ്. അപ്പോൾ പ്രിയ ഐക്യയുടെ ട്രേഡ് മാർക്ക് വണ്ടി എടുത്ത ട്രേ ആയിട്ടല്ലേ? ഫുഡ് ഷോപ്പിംഗ് ആണ് ഇത് പക്ക.
ഇനി നമ്മൾ ട്രേ എടുക്കണം. നമുക്ക് 3 ട്രേ വെക്കാനുള്ള സൗകര്യമുണ്ട്. 3 ട്രേ എടുത്ത് വണ്ടി വെക്കാൻ. തുടങ്ങാം, 3 തുടങ്ങാമല്ലോ. പൊട്ടേറ്റോ സാലഡ്, വേറെ എന്താ ഇതെന്തോ റിക്കോട്ട ചീസ് സാലഡ്. പിന്നെ ഡിസേർട്ടിൽ തുടങ്ങണം. ക്രീം റോൾ കേക്കും ക്രീം ചീസ് കേക്കും വേണോ? പ്രിയ ഡിസേർട്ട് നമുക്ക് ഏറ്റവും അടി വെക്കാം അല്ലേ? ചീസ് കേക്ക് എടുക്കാം, പിന്നെ ഇതും എടുക്കാം, ചീസ് കേക്കും എടുക്കാം. 2 ചോക്ലേറ്റും ബ്ലൂബെറി. ഇവിടെ കൊറിയൻ സംഭവങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാം. സോ നമുക്ക് സ്പൈസി ഇത് എടുത്ത് നോക്കാം പറഞ്ഞേ. ഇത് റൈസ് കേക്ക്സ് ആണ്. മീറ്റ് ബോൾസ് എടുക്കുന്നുണ്ട്. ആൻഡ് സാൽമൺ വേണ്ട. ഇതെന്തോ റൈസ് കേക്കാണ്. ഇത് ഒരെണ്ണം പറയണം. ഐക്കയിൽ ഒരു എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. സോ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഇത് ആക്ച്വലി അവരുടെ ഒരു സ്വീറ്റ് ചിക്കൻ സ്റ്റേക്ക് വിത്ത് സം സ്റ്റീം റൈസ് ആൻഡ് സം ഗ്രീൻ പീസ് ആൻഡ് ബീൻസ് ആണ്. നോക്കട്ടെ. ഇത് ആക്ച്വലി അവരുടെ ഫ്രൈഡ് ചിക്കൻ സ്റ്റേക്ക് ആണ്. ഓ, സ്വീറ്റ് ഗ്രേവി, KFC പോലത്തെ ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഇറ്റ്സ് സോ ഡെലിഷ്യസ്. ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്, ഒരു ക്രീമിനെസ്സും ഉണ്ട്. നമുക്ക് ഇത് സോസ് മാറ്റിയാൽ നമുക്ക് കാണാൻ പറ്റും. KFC പോലത്തെ ചിക്കൻ ആണ്, അടിപൊളി. ഇത് മമ്മിയുടെ ബുൾഗോഗിയാണ്. സോ ബീഫിന്റെ തന്നെ വെജിറ്റബിൾ വെച്ച് അവർ ചെയ്തിരിക്കുവാണ്. ബീഫ് ബുൾഗോഗി ഫ്രൈഡ് റൈസ്. ഓ, ഇവർ ആക്ച്വലി ഗ്രീൻ ആവാൻ പോകുന്നുണ്ട്. സോ ദി തിങ് ഇസ് അവർ ബീഫ് തന്നെ വെജിറ്റബിൾ വെച്ച് അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. സോ മേ ബി സോയ, ടോഫു അങ്ങനെ എന്തെങ്കിലും വെക്കും. സോ ഇറ്റ്സ് പ്ലാന്റ് ബേസ്ഡ് ബുൾഗോഗിയാണ് ആൻഡ് ഇറ്റ് ഇസ് സോ ഗുഡ്. ശരിക്കുള്ള ബുൾഗോഗി കഴിക്കുന്നവരെ, ഇങ്ങനെയാണ് നോൺ വെജ് കഴിക്കാത്തവരെ വെജ് കഴിക്കാത്തവരെ വെജിറ്റേറിയൻ കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. സോ യു ഫീൽ ലൈക്ക് യു ഈറ്റിംഗ് മീറ്റ്, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി വെജിറ്റേറിയൻ. ഇത് കണ്ട, ഇതിൽ കാണുന്നത് അവർ ബീഫിന്റെ ടെക്സ്ചർ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് സോ നൈസ്. പ്രിയ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ വെജിറ്റേറിയൻ കഴിക്കാം കേട്ടാ. പ്ലാന്റ് ബേസ്ഡ് ബീഫ്. ഇത് ഇവരുടെ റൈസ് കേക്ക്സ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഫ്രൈഡ് റൈസ് കേക്ക്സ് സെസ്മി ഇട്ട് ഒരു സ്പൈസി സോസിൽ തരുന്നതായിരിക്കും. തെറ്റബൂക്കി എന്ന് കണ്ട പറയുന്നത് ഭയങ്കര പോപ്പുലർ ആണ്. ഓ, ഇത് കുറച്ച് സ്വീറ്റും ആണ്, സ്പൈസി ഉണ്ട്, ഭയങ്കര നല്ലൊരു ടെക്സ്ചർ, ഒരു ജെല്ലി റൈസ് കഴിക്കുന്ന ഫ്ലേവർ ആണ്. ഇത് നമ്മൾ അന്ന് ആദ്യത്തെ മാർക്കറ്റിൽ കഴിച്ചില്ലേ, ഭയങ്കര എരിവെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഫസ്റ്റ് ഡേ ഞാൻ ഇരുന്ന് കഴിച്ചില്ലേ, ഭയങ്കര എരിവ്. ഓർമ്മയില്ല? അതിൻ്റെ തന്നെ ഇവിടുത്തെ സ്വീഡിഷ് വേർഷൻ ആണ്, ഐക്കിയ വേർഷൻ. അടിപൊളിയല്ലേ റൈസ് കേക്ക്? നിങ്ങൾ ഓർമ്മയില്ല ഞാൻ എന്താ കഴിച്ചേന്ന്? സ്ക്വിഡ് ആണോ പാമ്പാണോ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഡേ മാർക്കറ്റിൽ. പക്ഷെ ഭയങ്കര എരിവ്. അതിന്റെ ഒരു സ്വീഡിഷ് വേർഷൻ. സെയിം തിങ്, ഒൺലി തിങ് ഇത് അതിന്റെ ഗ്രേവിയിൽ കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. അടിപൊളിയായിട്ടില്ലേ? തെറ്റബോക്കി നല്ല സാധനമാണ്. അഡിക്റ്റഡ് ടു ദിസ്. പിന്നെ നഗറ്റ്സ് ഉണ്ട്, ഹോസ് ഷേപ്ഡ് ആണ്. ഭയങ്കര ആദ്യമായിട്ടല്ലേ അങ്ങനെ കാണുന്നത്? അത് മുഖമല്ല, അത് കാല. തിരിച്ചു പിടിക്ക്. ഇങ്ങനെയാണ് കണ്ട? അല്ല, ആ അങ്ങനെയാ. ഇങ്ങനെയൊക്കെ ചെറിയ ഡൈനോസോർ ലുക്ക് ഇല്ലേ? എനിക്കിപ്പോ ഒന്നും കാണാൻ പറ്റില്ല. ഇത് എന്താണെന്നറിയോ? ക്രോക്കറ്റ്സ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്നറിയോ? സ്വീറ്റ് പൊട്ടേറ്റോ. ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഭയങ്കര മധുരം, പഞ്ചസാര ഇട്ട മധുരം. പക്ഷെ സ്വീറ്റ് പൊട്ടേറ്റോന്റെ ആണ്. ഇവരുടെ വെളിയിലത്തെ ബാറ്റർ ഭയങ്കര ക്രിസ്പ്, ഒരു പാങ്കോ ബാറ്റർ എന്നൊക്കെ പറയും. ഇറ്റ്സ് ലൈക്ക് എന്താ ഒരു ഫ്ലേക്കിനെസ്സും കാണും. അതുകൊണ്ട് KFCയോ അല്ലെങ്കിൽ ടെംപ്യൂറോ പോലെ ആയിരിക്കില്ല, ഒരു പാങ്കോ ബേസ്ഡ് ബാറ്ററാണ്. ഭയങ്കര ടേസ്റ്റ്. ഈ പ്രിയയുടെ മീറ്റ് ബോൾ നോക്കട്ടെ. മീറ്റ് ബോൾ പ്രിയയാണ് പറഞ്ഞത്. ഇത് കഴിച്ചു നോക്കിയോ? സൂപ്പർ അല്ലേ? ഭയങ്കര ടേസ്റ്റ്. സ്വീറ്റ് പൊട്ടേറ്റോ ആണ് പ്രിയക്കും ഭയങ്കര ഇഷ്ടം. കഴിച്ചോ? കട്ട്ലെറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോ കട്ട്ലെറ്റ്, അടിപൊളി. കഴിച്ചു നോക്ക്. ഇത്രയും ഫുഡ് ഇരുന്നട്ടെ എന്ത് കഴിക്കണം എന്ന് അറിയാൻ പറ്റുന്നില്ല. മമ്മിക്ക് ഓപ്ഷൻസ് ഇല്ലല്ലോ, ഞങ്ങളെ പോലെ അല്ലല്ലോ. അടിപൊളിയല്ലേ? ആ, ഇത് ആക്ച്വലി മീറ്റ് ബോള്, അവരുടെ ഗ്രേവി ആൻഡ് ഇവരുടെ ഈ ഒരു ക്രാംബെറി ആണെന്ന് തോന്നുന്നു സോസ്. മാഷ് പൊട്ടേറ്റോസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മീറ്റ് ബോൾ, ക്രാംബെറി ആൻഡ് ഗ്രീൻ പീസ് ആൻഡ് ഗ്രേവി.
കൊറിയൻ ബീഫിൻ്റെ ആണോന്ന് അറിയില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ മീറ്റ് ബോൾസ് ഇൻ എൻറ്റയർ ഐക്കിയ. അതിൻ്റെ കൂടെ ഭയങ്കര ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, സോ ക്രീമി. ഈ ഒരു ഗ്രേവി ഭയങ്കര ടേസ്റ്റ്. ഐക്കിയ ഇസ് എ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഫോർ ദ ഫുഡ്. ഒറ്റ ഒരാൾ ബാഡ് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെ ഐക്കിയയുടെ ഫുഡിനെ കുറിച്ച് വേൾഡ് വൈഡ്. ആൻഡ് ദാറ്റ് കൺസിസ്റ്റൻസി അതൊരു എല്ലായിടത്തും വേൾഡ് ഒരു 90 ആണെങ്കിൽ കൊറിയൻ ഐക്കിയ 100. വിങ്സ്, ഇവർ ഫ്രൈഡ് ചിക്കൻ്റെ ആൾക്കാരാണ് കൊറിയക്കാർ. സോ ലെറ്റ്സ് ട്രൈ ദിസ് ഫ്രൈഡ് ചിക്കൻ വിങ്. സോ ഗോൾഡൻ. ഇത് നഗറ്റ്സ് അല്ല, എടുക്കല്ലേന്ന്. ഇത് വിങ്സ് ആണ്, എരിവാണ്. വേദുവിന്റെ എടുത്തുനിന്ന് എന്നിട്ട് എടുക്കല്ലേന്ന്. ആ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെ എടുക്കുന്നുണ്ടെന്ന്. ആ ഫുള്ള് ഇവിടെയാ. നോക്കട്ടെ നോക്കട്ടെ ചിക്കൻ വിങ്സ്. ഓ ക്രിസ്പി, സ്പൈസി, 100 times better than KFC. കണ്ടോ? fall of the bone but still it's so crispy. ഒരു കൊറിയൻ ഫ്ലേവർ, ഡിസ്റ്റിങ് ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഒരു പെറി ഒക്കെ ഇല്ലേ, ആ ഒരു ചെറിയ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഡ്രിങ്ക്സ് അൺലിമിറ്റഡ് ആ പ്രിയ. ഗ്ലാസ് മാത്രം എടുത്താൽ മതി. അത് വൈകുന്നേരം ടീ ടൈം നോക്കാം നമുക്ക്. ഒരു 2 മണിക്കൂർ അത് കുഴപ്പമില്ല. ഈവനിങ് ടീ ആയി. ഇത് ഡാഡിയുടെ ചിക്കൻ കഴിയാറായി. എങ്ങനെയുണ്ട് ഡാഡിയുടെ? നല്ല മധുരമല്ലേ? ചെറിയ മധുരം ഉണ്ട്, എരിവ് കുറവാ. എരിവില്ല. ആ ഗ്രീൻ പീസ് നല്ല ടേസ്റ്റ് ഇല്ലേ? ഗ്രീൻ പീസ് ഇവരുടെ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ? അത് ഇവര് തന്നെ ഫാം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണിക്കാം. വിഷമതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ട് ഐക്കയുടെ അകത്തൊരു ഫാം കാണുന്നത്. ഇനി ഇവരുടെ മെയിൻ സംഭവം ഇത് അവർ പറയുന്നത് ബേബി ബീഫ് റിബ്സ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് പോക്ക് റിബ്സ് പോലെ തോന്നിയേ. എന്തായാലും നോക്കട്ടെ. ഓ സോസി. കൊറിയൻ സ്പൈസി ആയിരിക്കുമോ അതോ സ്വീറ്റ് ആയിരിക്കുമോ നോക്കട്ടെ. ഈ കൊറിയൻ സംഭവം കഴിക്കാൻ പേടിയാ. ഞാൻ സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഭയങ്കര ഡെലിഷ്യസ് ആണ്. ഭയങ്കര സ്പൈസിയാണ്. സ്പൈസ് ചലഞ്ച് ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ. Meat is very tender, very saucy, very well cooked. It's still warm. Buffet line it's still warm. Undeniably spicy. ഭയങ്കര എരിവ്. ആ കൊള്ളാല്ലേ ആ ഡ്രിങ്ക്? ആദ്യമായിട്ട് അങ്ങനെ പൈനാപ്പിൾ ഓറഞ്ച് മിറാൻഡ. എന്ത് ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരു മധുരമുള്ള ഡ്രിങ്ക്, പക്ഷെ നല്ല സുഖമുണ്ട്. ഓറഞ്ചും അല്ല മിറാൻഡയും അല്ലാത്തൊരു ടേസ്റ്റ്. മഞ്ഞ കളർ. അതെ. ഇത് കഴിച്ചു നോക്ക് പ്രിയ. എരിവ് പക്ഷെ അയ്യോ അന്ന് ഞാൻ കഴിച്ച എരിവ് എനിക്ക് നല്ല ഓർമ്മ. ഭയങ്കര ടേസ്റ്റ്. ഡാഡിക്ക് കൊടുക്കും. പക്ഷെ കഴിക്കാൻ ബീഫാന്ന് തോന്നുന്നു. പ്രിയ ചീസ് കേക്ക് ഒക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ബ്ലൂബെറി ചീസ് കേക്ക്? പക്ഷെ കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഡ്രൈനെസ് ഉണ്ടോ? ഇല്ല, അടിയിൽ കറക്റ്റ് ചീസിന്റെ. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു ക്രീമിനെസ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ അതായിരിക്കും. അല്ല, ആ ബെറിയുടെ ഇതൊക്കെ വരുന്നുണ്ട്. ആ മോളിലത്തെ ഡ്രൈനെസ് അങ്ങനെ തോന്നുന്നു. നോക്കട്ടെ. ഭയങ്കര ബെറിയുടെ ഫ്രഷ്നെസ് അല്ലേ? സാധാരണ ഇങ്ങനത്തെ കുറെ അടുത്ത് ഈ ബ്ലൂബെറിയുടെ എന്താ പറയുന്ന സിറപ്പ് പോലെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി പ്രിസർവ്ഡ് ബ്ലൂബെറി പോലെ. പക്ഷെ ഇത് കഴിച്ചിട്ട് ഭയങ്കര ഒരു ഫ്രഷ് ബ്ലൂബെറി ആ മണം വരെ കിട്ടുന്നുണ്ട്. കഴിച്ച് മതിയായി പ്രിയ. ഇതും കൂടെ ഉണ്ട്. ഇതറിയാതെ എടുത്തു പോയതാ. ഇത് ക്രോസോണ്ട് ആണ്, ഒരു ടൈപ്പ് ക്രോസോണ്ട് പോലെ. ക്രോസോണ്ട് അല്ല, ബ്രെഡ് വിത്ത് ഹാം ആൻഡ് ചീസ് സാൻഡ്വിച്ച് പോലെ. പക്ഷെ മേളിൽ ഭയങ്കര ക്രിസ്പ്. സമ്മതിക്കണം എന്നെ, ഇതെല്ലാം തീർത്തേന്ന് നോക്കിക്ക്. അതെ, ഇവര് കിഡ്സിന്റെ സാധനങ്ങൾ കിഡ്സ് ബൗളിൽ അറിഞ്ഞുകൊണ്ട് സെർവ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഫോർ സെയിൽ. ഇതിനകത്തുണ്ട് എല്ലാം. ഇവിടെ വെച്ചിരിക്കുന്നത് സാമ്പിൾ ആണ്. സോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങാമല്ലോ. നമ്മൾ എപ്പോഴും ഒരു കടയിൽ ചോദിക്കുമല്ലോ ഈ പാത്രം വാങ്ങാൻ പറ്റിയായിരുന്നെങ്കിലും. ഇവിടെ എല്ലാം വാങ്ങാം. എല്ലാത്തിനും ടാഗ് ഉണ്ട്. അതെ, മനുഷ്യർക്ക് ഒഴിച്ച് അല്ലേ? അതെ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒഴിച്ച് ഒരു ടാഗ്, എല്ലാത്തിനും ടാഗ്. ഇത് നമുക്ക് കൊണ്ടുപോയി വെക്കുന്നത് നല്ല രസമാണ്. ചോക്ലേറ്റ് കേക്കും കൂടെ. ഇതും ചീസ് കേക്കാ പ്രിയ? വേണോ ഇത്?
ഷോപ്പ് ചെയ്യണ്ട ഇത് കഴിഞ്ഞ ഞാൻ എന്റെ ടെക്നിക്കാ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും ടയർഡ് ആവുമല്ലോ. കഴിച്ച് ക്ഷീണിപ്പിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഫ്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയ ഇത് കഴിച്ചില്ലെങ്കിൽ മിസ്സാണ്, ലൈഫിലെ മിസ്സാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് കാരമൽ ആൻഡ് ചോക്ലേറ്റ് വിത്ത് സം ബ്രൗണി ബേസ് പോലത്തെ സംഭവമാണ് ഇത്. കണ്ട ഇത് ഒരു കാരമൽ പോലെ, അതിൻ്റെ അടിയിൽ ഡാർക്ക് ചോക്ലേറ്റ്, ആൻഡ് ഏറ്റവും അടിയിൽ ചീസ് കേക്ക് അല്ല ഇത് ആക്ച്വലി. ഇറ്റ്സ് ലൈക്ക് ഒരു കാരമൽ ബ്രൗണി ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. എവറിത്തിങ് വാസ് ടേസ്റ്റി അല്ലേ? എവറിത്തിങ് വാസ് ലൈക്ക് എക്സ്ട്രാordinarily ടേസ്റ്റി. ഒരു സാധനം പോലും ആവറേജ് ഇല്ല, ഈ ബ്രോക്കോളി ഒഴികെ. ഇത് ആർക്കും വേണ്ടാതിരിക്കുന്നു. ഡാഡിയ ബ്രോക്കലിനെ ഉപേക്ഷിച്ചു. ഇവിടുത്തെ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഈ വേസ്റ്റ് കളയേണ്ടത്. അത് ആക്ച്വലി ഇതുപോലെ ഒരു മെഷീൻ ഉണ്ട്. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡ് വേസ്റ്റും അതൊക്കെ ഇതിലേക്ക് കളയാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഇതിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ പോകും. ഞാൻ കാണിച്ചു തരാം, നല്ല രസമാണ്. എവറിത്തിങ് ഇസ് ലൈക്ക് ഓട്ടോമേറ്റഡ്. ഇതുണ്ട്, ഇതുപോലെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേ വെച്ചാൽ ബൈ ബൈ, ഫുഡിനോട് ബൈ പറയാം. നമ്മളെ കഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ടാറ്റ പറഞ്ഞ് വിടുന്ന പോലെ. ഇതുണ്ട്, നഴ്സിംഗ് റൂം ഉണ്ട്. ഇതെനിക്ക് ആദ്യം എന്തില്ലാന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തായിരുന്നു. സോ ദിസ് ലൈക്ക് കുട്ടികളെ സെക്യൂർഡ് ആക്കി വെക്കാനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകണമെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യൊക്കെ ആണെങ്കിൽ. ബാ വേദു, അത് വാങ്ങാം ബാ. ഇത് ടോയ്ലറ്റ് ആണ്. വേദുവിന് ടോയ്ലറ്റ് ഇപ്പോൾ എന്ന് ഫ്ലഷിന്റെ മുകളിൽ ഇരിക്കുന്നൊക്കെ നോക്ക്. സോ ക്യൂട്ട് നോ, എല്ലാം ഭയങ്കര ക്യൂട്ടാ അല്ലേ വേദു? കണ്ട അവിടെ പോയിരിക്കുന്നത് കണ്ട. ബാ ബാ ഡാഡി, ഇത് കണ്ടോ പേപ്പറിന്റെ കപ്പ്? ആ ഇങ്ങനെ കുടിക്കും അല്ലേ? ആ പക്ഷെ വെള്ളം ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അതും കാണുന്നത്. ഇതുണ്ട്, ഇതിൽ കുടിക്കുമ്പോൾ ഭയങ്കര പാട്. ഇതേ ഗൈസ്, ഇതേ ഞാൻ പറഞ്ഞത് കണ്ട, അവർ ഓണായിട്ട് അവരുടെ ഹെർബ്സ് ഇൻഡോർ ഗാർഡൻ ആയിട്ട് ഗ്രോ ചെയ്യുന്നു, വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് മാക്സിമം അവരവരുടെ ഗ്രീൻ കമ്മിറ്റ്മെന്റ്സ് കാണിക്കുക. സോ ദേ ഹാവ് ദീസ് ബേസിൽസ് ഉണ്ട്, വേറെ കുറേ ഹെർബ്സ് ഉണ്ട്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫാം മെയർ എന്ന് പറഞ്ഞ ഐക്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. പെസ്റ്റിസൈഡ് ഫ്രീ, എൻവയൺമെന്റ് ഫ്രണ്ട്ലി, റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്, സേവ് അപ് ടു 90% ഓഫ് വാട്ടർ, ഫ്രഷ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ്സ്. ഐക്യ എത്ര ഫർണിച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് ഫുഡിനും കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു ഇൻഡോർ ഗാർഡൻ അടിപൊളി അല്ലേ? നല്ലല്ലേ പ്രിയ കോഫി? അതാണ് നല്ല ഒരു റോസ്റ്റഡ് ഫ്ലേവർ കിട്ടുന്നില്ല ശരിക്കും. ആ ഒരു കോഫിയുടെ ആ ബീൻസ് ഫ്രഷ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് കോഫി ഉണ്ടാക്കുന്നത്. അത് കുറച്ച് മധുരം ഇടണമെന്നേ ഉള്ളൂ. ആ അത് ഇട്ടാലേ നമുക്കൊന്ന് കുടിക്കാൻ പറ്റുള്ളൂ. കുറെ പേര് ഇത് ഒരു സ്പൂൺ ഷുഗർ പോലും ഇടാതെ അടിച്ചു കയറ്റുന്നു. എങ്ങനെ കയ്പ് കുടിക്കുന്നു? ഈ ഫോറിനേഴ്സ് അങ്ങനെ കുടിക്കും. അല്ല എന്തിനാ? അവർക്ക് ആ കോഫിയുടെ ഹിറ്റ് കിട്ടാനായിട്ടാ. മമ്മി ഡാഡിയുടെ ഫസ്റ്റ് ഐക്യ എക്സ്പീരിയൻസ് അല്ലേ? ഫുഡ് അടിപൊളിയായിരുന്നല്ലോ. ഇനി അകത്ത് കയറുമ്പോ നിങ്ങൾ നോക്കിക്കോ. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് നാളെ കാണാം. നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ 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 ബൈ.